ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ടൈം ഫേവറേറ്റ്സ് ബൈ രാജി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഈ ചെടികൾ വാങ്ങുന്ന നഴ്സറിയല്ലേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെടികളുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ ചെറിയൊരു ആഗ്രഹം കാണത്തില്ലേ? വലുതായിട്ട് ചെടികളൊന്നുമില്ല, കുറച്ച് ചെടികളേ ഉള്ളൂ. ആ റോസ് എൻ്റെ അണ്ണ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ബർത്ത്ഡേക്ക്. എന്നെ ഇങ്ങനെ നഴ്സറി കൊണ്ടിട്ട് ഒരു 10 ഇഷ്ടമുള്ള ചെടി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ 10 ചെടി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത ഈ തെറ്റിയാണെങ്കിൽ എനിക്ക് പാളയം സിഗ്നലിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഒരു കുഞ്ഞു കമ്പ് കിട്ടിയതാണ്, മഞ്ഞ കളറാണ്. ഇത് എൻ്റെ ചെമ്പരത്തിയാണ്, വലിയ പൂവാണേ, മഞ്ഞ കളറ്, ശരിക്കും പൂ പൂക്കും. ഇത് ലക്കി ഹിബിസ്കസ് ആണ്. ഇത് ചേച്ചിയുടെ വീട്ടിൽ ഒരു ആവശ്യത്തിന് വരുമ്പോൾ ചേച്ചി ഒരു കമ്പ് തന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുതിനയും കൂടെ നിലനിർത്തിയിട്ടുണ്ട്. പുതിന ഒരു കമ്പ് വെറുതെ കൊണ്ടുവച്ചതാണ്, അതിപ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടി, ഇനി മാറ്റണം. ഇതും ചെമ്പരത്തി, ഇത് അടുക്ക് ചെമ്പരത്തിയാണ്. ഇതെൻ്റെ കാശിത്തുമ്പയും ഉണ്ട്. പിന്നെ ഇത് കള്ളിമുൾ, ഇത് എനിക്കൊരു ആൻറ്റി തന്നതാണ് ഒരു പീസ്, അത് ഇങ്ങനെ ഇത്രയും പൊടിച്ചതാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് മാറ്റാറുണ്ട്, തോരൻ വെക്കാനായിട്ട് എടുക്കാറുണ്ട്. ഇതൊരു നല്ല പ്രത്യേകതയുള്ള ചെമ്പരത്തിയാണ്. വലിയ പൂവാണ്, ആ മഞ്ഞ പോലെ വലിയ പൂവാണ്. പക്ഷേ ഈ പൂ 2 ദിവസം വാടാതെ നിൽക്കും. ഇപ്പം എന്തോ കുഴപ്പമൊന്നും, എൻ്റെ പിച്ചിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടേ, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ ആവും. ഞാൻ എൻ്റെ ഈ ചെടികൾക്ക് വേറെ ഒരു വളങ്ങളും ഉപയോഗിക്കാറില്ല. ഞാൻ വീട്ടിൽ അരിയുന്ന പച്ചക്കറിയുടെ വേസ്റ്റും തേയിലക്കൊത്ത്, മുട്ടയുടെ തോട്, കഞ്ഞിവെള്ളം, ഇതൊക്കെ മാത്രമേ ഒഴിക്കാറുള്ളൂ. ഇതെൻ്റെ സ്പൈഡർ ലില്ലി, പൂ വന്നില്ല. ഇത് ശ്രീലങ്ക മുല്ലയാണ്. ഇതിലെപ്പോഴും പൂവാണ്. ഇത് കുറച്ച് നല്ല വലുതാവുന്ന സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് വെട്ടിയൊക്കെ വിടാറുണ്ട്. ഇത് നാടൻ തെറ്റിയാണ്. ഇത് വഴിയിൽ നമ്മൾ കറങ്ങാൻ പോയ സമയത്ത് പറിച്ചതാണ്. എൻ്റെ ഈ ഓരോ ചെടികൾക്കും കഥകൾ പറയാനുണ്ട്. കാരണം ഇവരൊക്കെ അങ്ങ് ഗുജറാത്തിൽ നിന്ന് വരെ വന്ന ചെടികളുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോയിട്ട് വന്നാലും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെടിയുടെ കമ്പോ തയ്യോ കാണും. ഇത് തെറ്റിയാണ്. ഈ റോസയൊക്കെ ഞാൻ വെട്ടി വിട്ടേക്കുക. ഓരോ പൂവ് കൊഴിയും തോറും ഞാനിങ്ങനെ വെട്ടി വിടാറുണ്ട്. ഈ ചെമ്പരത്തി ശരിക്ക് പൂക്കുന്നതാണ്. എല്ലാം ചെടിച്ചട്ടിയിലാണ് ഇരിക്കുന്നത്. അതെന്തെന്നറിയാമോ, ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ എവിടെ പോയാലും എടുത്തുകൊണ്ട് പോവാമല്ലോ, അതുകൊണ്ടാണ്. ഇതെൻ്റെ കാശിത്തുമ്പ 2 കളറുണ്ട്. ഇതെൻ്റെ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ശംഖുപുഷ്പം, വെള്ളയും ഉണ്ട്, ഈ നീലയുണ്ട്, അതുപോലെ അടുക്ക് ശംഖുപുഷ്പമുണ്ട്. പിന്നെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ഇത് മുകളിലത്തെ നിലയിലായി. ഇത് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് 2 നല്ല ലക്കി ബാമ്പു ഉണ്ട്. ലക്കി ബാമ്പു എൻ്റെ ഫേവറേറ്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. അതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതും വെറ്റയാണ്. ഇത് ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. അതിന് ശേഷമാണ് ഇതിങ്ങനെ പടർത്തി ഇങ്ങനെ വിട്ടേക്കണത്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് കറിവേപ്പിലയുണ്ട്. ഒരു വർഷമായതേ ഉള്ളൂ, കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. പിന്നെ അവിടെ നാടൻ ചെമ്പരത്തിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയ കേട്ടോ. എല്ലാ കളറും ഉണ്ട്. ഇത് ലക്കി ഹിബിസ്കസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ചെമ്പരത്തികളെല്ലാം എല്ലാ കളറും ഉണ്ട്. ഇത് പത്തനംതിട്ട നാട്ടിൽ പോയ സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയതാണ് ഇവനെ. എപ്പോഴും പൂവാണ്, നല്ല ഓറഞ്ച് കളറാണ്. ഈ നാടൻ ചെമ്പരത്തി എപ്പോഴും പൂക്കും. എൻ്റെ പിങ്ക് കളറാണ്, എപ്പോഴും പൂവാണ്. ഇതെല്ലാം കുഴിപ്പളത്തുനിന്ന് വാങ്ങിച്ചാണ് ഈ ചെമ്പരത്തിയൊക്കെ. പിന്നെ അല്ലാതെ കമ്പൊടിച്ചുകൊണ്ട് നട്ടതും ഉണ്ട്. വെറ്റയെല്ലാം നല്ല വലുതാവും, വെയിൽ കിട്ടുന്നതനുസരിച്ച് അത് നല്ല വലുതാവും. ഇതിനൊന്നും വേറെ വളമൊന്നും ഉപയോഗിക്കാറില്ല. ഇത് എൻ്റെ ചേട്ടന് വേണമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക കളറാണ്, ഇതുവരെ പൂത്തില്ല, അങ്ങനെ വാങ്ങിച്ചതാ. അപ്പോഴത്തേക്ക് കുറച്ച് ഗപ്പികളെയും കൊണ്ട് അതിനകത്തിട്ട് ഇപ്പം അത് ഗപ്പിയുടെ ഒരു കുളമായി മാറി. ഇത് യൂഫോർബിയാണ്. ഇതും ഗിഫ്റ്റ് കിട്ടിയ ചെടിയാണ്, നല്ല ഭംഗിയാണ്. വെയിൽ മാത്രം മതി ഇതിന്. വെള്ളവും വേണം, അങ്ങനെയല്ല, വെയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ശരിക്കും പൂവാണ്. പിന്നെ പ്ലാവ് ഇവിടെ ഉള്ളതാ. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികൾ മാത്രമേ ഉള്ളൂ. മണിപ്ലാന്റിൻ്റെ ഇത് കാക്കപ്പൂവാണ്. മണിപ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. കാക്കപ്പൂവിൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇതിപ്പം ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ചതാണ്, അതാവുന്നുള്ള. അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇത് മണിപ്ലാന്റ്, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡുകളുണ്ട്. ഇത് ഞാൻ മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ അടുക്ക് ചെമ്പരത്തിയാണ്. പിന്നെ ഈ സൈഡിൽ അത്ര ചെമ്പരത്തി, ലക്കി ബാമ്പു, ഇത് മറ്റേ കാറ്റസ് അതിൽ പെടുന്ന. ഇത് ചേട്ടനും നാത്തൂനും കൂടെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതെൻ്റെ ഏറ്റവും വലിയ ലക്കി ബാമ്പുവാണ്. ഇതെല്ലാം ലക്കി. ഇത് എന്തുവാ പേരും മറന്നു പോകും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേരിങ്ങനെ മറന്നു പോകും കേട്ടോ. സ്നേക്ക് പ്ലാന്റ്, അമ്മായിയമ്മയുടെ നാവ്, അങ്ങനെ എന്തോന്ന് ഇതിൻ്റെ മലയാളത്തിൽ പറഞ്ഞത്. ഇത് രാമതുളസിയാണ്. ഇത് തനിയേ വന്നതാണ്. ഇത് മണമാണെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല മണമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ
ലോട്ടസ് തെറ്റിന്ന് അങ്ങനെ എന്തോ പറഞ്ഞൊരു തെറ്റിയുണ്ട്. കാരണം അതിൻ്റെ ഇതൾ ഓരോന്നും താമരയുടെ ഇതൾ പോലെ ആയിരിക്കണം, കുറേ നാളിങ്ങനെ തന്നെ നിൽക്കും. നല്ല തെറ്റിയാണ്. അതിൻ്റെ കമ്പ് ഒടിച്ച് വെച്ചാൽ മതി. ഇതും മറ്റേ കോളാമ്പി പൂവ, അതെങ്ങനെയാ ഞാൻ പറയുന്ന പേര്. ഇതൊരു കുഞ്ഞ് തണ്ട് അനിയത്തി ഇങ്ങനെ പറിച്ചിട്ട് നക്കയിൽ വെച്ചോ എന്നും പറഞ്ഞ് ഇങ്ങനെ തന്നതാ. അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പം ഇന്നാ വെച്ചോ, ഞാനത് കൊണ്ടുവന്ന് വെച്ചതാ. ഒരു 3 മാസത്തിനുള്ളിലാണ് നന്നായിട്ട് വളർന്നത്. ഇതും പോട്ടിലായിരിക്കുന്ന. പിന്നെ ഇത് കാന്താരി മുളക്. മണി പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലുള്ള വെറൈറ്റിയാണ്. ദാ ഈ കാണുന്ന 10 മണി എനിക്ക് ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ടൂറ് പോയപ്പം കിട്ടിയതാണ്, അവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് മണി പ്ലാന്റിൻ്റെ അടുത്ത വേറെ വെറൈറ്റിയാണ്. ഇതെല്ലാം അവിടുത്തെ. ദാ ഈ ചെടിയാണെങ്കിൽ എനിക്ക് കേരള യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുറേ മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. വേറെ 2 വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ കറ്റാർ വാഴയുണ്ട്. ഇത് വിങ്കാ റോസ്. ഇത് മലപ്പുറത്ത് പോയ സമയത്ത് മലപ്പുറത്തു നിന്ന് ഒരു പീസ് കിട്ടിയതാണ്. അതിപ്പം ഫുൾ വിങ്കാ റോസായി മാറി, ആ ചട്ടി മൊത്തം. ഇത് അഗ്ലോണിമ. ഭയങ്കര നല്ല ഭംഗിയാണ് അഗ്ലോണിമയെ കാണാൻ. ഒരു ചെറിയ കുഞ്ഞു കമ്പ് വെച്ചാൽ മതി. ഇത് മണി പ്ലാന്റിൻ്റെ ഫാമിലിയിൽ പെട്ടതാണ്, അഗ്ലോണിമയുടെ അടുത്തിരിക്കുന്ന ആൾ. ഇത് മെലസ്റ്റോമ. മെലസ്റ്റോമയ്ക്ക് നല്ല തണുപ്പ് കാലാവസ്ഥയാണ് എപ്പോഴും വേണ്ടത്. പൂ പൂക്കുന്നതേ ഉള്ളൂ. ഈ പൂക്കൾ കഴിയുമ്പോഴത്തെല്ലാം ഞാൻ നല്ല പ്രൂൺ ചെയ്ത് വിടും. ഇത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽ പെട്ടതാണ്. കുറേ ഒരു 6-7 വെറൈറ്റിയോളം ഉണ്ട് മണി പ്ലാന്റിൻ്റെ. പിന്നെ ഇനി അടുത്തതുള്ള ഇത് ബാംഗ്ലൂരിലാണ്, അണ്ണൻ്റെ വീട്. എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പീസ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാമേ.